അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ചുമതലകളിൽ നിന്ന് നീക്കിയതിന് പിന്നാലെ കൂദാശ വിലക്ക് ഏർപ്പെടുത്തിയ വിമത വൈദികർ നിയമവിരുദ്ധമായി പള്ളികളിൽ തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത നടപടികൾക്ക് സാധ്യത. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ, തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോന പള്ളി മുൻ വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളി മുൻ വികാരി ഫാദർ തോമസ് വാളൂക്കാരൻ, മാതാനഗർ വേളാങ്കണ്ണി മാതാ പള്ളി മുൻ വികാരി ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെ വൈകാതെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. വൈദികന് അടുത്ത എല്ലാ ചുമതലകളിൽ നിന്നും 2024 ഡിസംബർ 22 മുതൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. ഇവർക്കെതിരായ നടപടികൾ പ്രത്യേക ട്രൈബ്യൂണലിലേക്ക് റഫർ ചെയ്താണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ കൂദാശ വിലക്ക് ഏർപ്പെടുത്തിയത്. പൌരസ്ത്യ കാനോൻ നിയമ സംഹിതയിലെ 1473 കാനോന അനുസരിച്ച് ഈ 4 വൈദികരുടെയും മേൽ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നടപ്പിൽ വരുത്തുകയും ചെയ്തു. എന്നിട്ടും ഈ വൈദികർ അനധികൃതമായി പള്ളികളിൽ താമസിച്ച് വിഭാഗീയ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുക എന്നറിയുന്നു. വിവാദങ്ങൾക്കിടെ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ 2 അസിസ്റ്റന്റ് വികാരിമാരെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥലം മാറ്റിയിരുന്നു. ഫാദർ ഡിൻഡോ മാണിക്കത്താൻ, ഫാദർ ആൽബിൻ വെള്ളാഞ്ഞിൽ എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. ഫാദർ ഡിൻഡോയെ ആലങ്ങാട് പള്ളിയിലേക്കും ഫാദർ ആൽബിനെ കൊരട്ടി ഫൊറോന പള്ളിയിലേക്കുമാണ് സ്ഥലം മാറ്റിയത്. ഇവർ ഇരുവരും ശനിയാഴ്ച ആലങ്ങാട് കൊരട്ടി പള്ളികളിലെത്തി ചുമതലയേറ്റു. എന്നാൽ ബസിലിക്കയിൽ നിന്ന് നീക്കിയ വിമതനായ ഫാദർ വർഗീസ് മണവാളൻ അനധികൃതമായി താമസിക്കുകയാണ്. ബസിലിക്കയിൽ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഇദ്ദേഹത്തെ ചുമതലകളിൽ നിന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നീക്കിയിട്ട് 1 മാസമായി. എങ്കിലും താനാണ് അധികാരി എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് സ്വപ്നാടനത്തിലാണ് ഇദ്ദേഹം. ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടും മാറാതിരുന്നതിനെ തുടർന്ന് ഫാദർ മണവാളനെ വൈദികനെടുത്ത ചുമതലകളിൽ നിന്ന് തടഞ്ഞ്, അതായത് കൂദാശ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പിന്നാലെ 3ാമത്തെ നിർദ്ദേശം വന്നു. ഫാദർ മണവാളൻ വൈദികർ വിശ്രമജീവിതം നയിക്കുന്ന കാക്കനാട്ടെ ബിജോ ഭവനിലേക്ക് മാറി താമസിക്കാനായിരുന്നു അവസാനം ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെ ക്രിസ്തുവിന്റെ സഭയെയും സഭാ നേതൃത്വത്തെയും വെല്ലുവിളിക്കാനാണ് മണവാളൻ അച്ഛൻ തുനിഞ്ഞത്. ദൈവത്തിനു മുന്നിൽ അച്ഛന്റെ ന്യായീകരണങ്ങൾ വിലപ്പോകുമോ? വിശ്വാസികളെ വഴിതെറ്റിച്ചിട്ട് സ്വയം അധികാരിയാകാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിനൊന്നും സഭയിലും വിശ്വാസികൾക്കിടയിലും ഒരു സ്ഥാനവുമില്ലെന്ന് തെളിയാൻ ഇനി അധിക നാൾ വേണ്ടിവരില്ല. സ്വയം ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഏറ്റവും നാണംകെട്ട വീഴ്ചയിലേക്ക് നിവദിക്കുമെന്ന് വിശ്വാസികൾ തന്നെ സൂചിപ്പിക്കുന്നു. സീനിയറായ ഒരു വൈദികൻ വിഭാഗീയതയുടെ പേരിൽ പുറത്താകുമ്പോൾ അതൊരു ഭയാനക വീഴ്ചയാകും. മണവാളൻ അച്ഛന്റെ അച്ചടക്ക ലംഘന കേസ് പ്രത്യേക സഭാ കോടതിക്ക് വിട്ടിരിക്കുന്നതിനാൽ വൈകാതെ തീരുമാനം ഉണ്ടായേക്കും. പൌരസ്ത്യ കാനൻ നിയമത്തിലെ നിർദ്ദിഷ്ട വകുപ്പുകൾ പ്രകാരമാകും നടപടി. സാധാരണഗതിയിൽ മണവാളൻ അച്ഛന് പരിഗണന കിട്ടുന്ന ഒരു വിധി സഭയുടെ ഒരു സംവിധാനത്തിൽ നിന്നും ഉണ്ടാകില്ല. കാരണം ഇപ്പോഴത്തെ നടപടിയിൽ നിന്ന് ഇളവ് തേടുന്നതിന് അദ്ദേഹം സഭാ കോടതിയെ സമീപിക്കേണ്ടതുണ്ട്. സഭാ കോടതിയെ സമീപിക്കുന്നതിന് പകരം സഭാ സംവിധാനങ്ങളെ അപമാനിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന രീതിയാണ് മണവാളൻ അച്ഛനിൽ നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് ഗൗരവമായ അച്ചടക്ക ലംഘനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.